അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുകയും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിസ്കാരത്തിൻ്റെ സമയം ആയിരിക്കുകയാണ്. 8 മണിയാണ് നിസ്കാരത്തിൻ്റെ സമയം. 8 മണിക്ക് നിസ്കാരമാകുമ്പോൾ 7:55 പ്രസംഗം തുടങ്ങി 8 മണിക്ക് നിർത്തി നിസ്കാരം തുടങ്ങിയാൽ എത്രയാൾക്ക് നിസ്കാരം കിട്ടാതെ വരും എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗോജ്ജലമായ സ്മരണകൾ അയവിറക്കിക്കൊണ്ടാണ് ഈ ബലിപെരുന്നാൾ ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളും ആഘോഷിക്കുന്നത്. ദീർഘമായ വർഷങ്ങൾക്ക് ശേഷം അള്ളാഹു മക്കളെ നൽകാതെ പരീക്ഷിക്കുകയും അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ച് അള്ളാഹു സന്താന സൗഭാഗ്യം നൽകുകയും ചെയ്തു. ആ കുഞ്ഞിലേക്ക് ഇസ്മായിൽ എന്ന പേര് വെക്കപ്പെടുകയും ചെയ്തു. ഇസ്മായിൽ നബിയും പ്രിയപ്പെട്ട ഉമ്മ ഹാജറ ബീവിയും ഒരുമിച്ചായിരുന്നു താമസം. എത്രയോ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കഴിഞ്ഞ് ഓരോ ദിനരാത്രങ്ങളും മുന്നോട്ട് പോകുമ്പോൾ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഹാജറ ബീവിയും ഒരുമിച്ച് താമസിക്കുന്ന സമയത്താണ് വെള്ളമില്ലാത്തൊരവസ്ഥ വരുന്നത്. ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഈത്തപ്പഴമില്ല, കാരക്കയില്ല. അവസാനം കുടിക്കാൻ പോലും വെള്ളമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുകയാണ്. പിഞ്ചു പൈതൽ വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് കഴിയുകയാണ്. അവസാനം സഫാ മർവാ കുന്നിന്റെ അവിടെ പോയവർക്കറിയാം അതിന്റെ തുടക്കത്തിലുള്ള പാറക്കൂട്ടങ്ങൾ. ആ കുന്നിന്റെ സൈഡിലൂടെ ചെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കിട്ടാത്തതിന്റെ വെപ്രാളത്തിൽ ഓടുകയും പ്രിയപ്പെട്ട പൊന്നുമോൻ ഒരു നീര് വെള്ളത്തിനായി കരയുകയും ചെയ്യുന്നു. ഈ പൊന്നുമോനെ കയ്യിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും അവസാനം ഹാജറ ബീവിക്ക് സഹിക്കാൻ പറ്റാതെ ആ കുഞ്ഞിനെ നിലത്തെ കടത്തുകയും ചെയ്തു. ഇനി ഓടാൻ സാധിക്കുന്നില്ല. ഹാജറ ബീവിയും ക്ഷീണിതയാണ്. അങ്ങനെ ആ നിലത്ത് വെച്ച് ഏറെ പ്രയാസപ്പെടുന്ന എന്റെ മകൻ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ആ വലിയ ഒരു പരീക്ഷണത്തിലേക്ക് കടന്നു പോകുമോ എന്നുള്ള ചിന്ത വരുമ്പോൾ വെള്ളമില്ലാതെ 2 മഴമ്പിന്റെ കാലുകളും നിലത്തേക്ക് അടിച്ചുകൊണ്ട് കരയുന്ന സമയം, ആ സമയത്താണ് സംസം വെള്ളം ആ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് ഉറവ പോലെ പുറത്തേക്ക് വരുന്നത്. മതിവരോളം വെള്ളം പിടിച്ചു ഉമ്മയും മകനും. എത്ര ദിവസങ്ങളായി ഭക്ഷണം പോലും ഇല്ലാതെ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ വേസ്റ്റ് ചെയ്ത് ചവറ്റുകൊട്ടയിലേക്കും അതല്ലെങ്കിൽ എവിടെയൊക്കെ നമ്മൾ കളയുന്നവരാണ്. ഭക്ഷണത്തിന് വില കൊടുക്കാത്തവരാണ്, ഭക്ഷണത്തിന് വില കൽപ്പിക്കാത്തവരാണ് നമ്മൾ. ദൂർത്തടിച്ചുകൊണ്ടും അല്ലാഹു നൽകിയ സമ്പത്തിനെ ദുരുപയോഗം ചെയ്യുകയാണ് നമ്മൾ. ഇവിടെയാണ് ഭക്ഷണം പോലുമല്ല വെള്ളം പോലും ഇല്ലാതെ കാലിട്ടടിച്ചുകൊണ്ട് കരഞ്ഞ് മതിവരോളം ആ ഉറവയിൽ നിന്ന് വെള്ളം കുടിച്ച് സംസം മതി എന്ന് ബഹുമാനപ്പെട്ട മഹതിയായ ഹാജറ ബീവി പറഞ്ഞപ്പോൾ ആ സംസം അവിടെ അവസാനിച്ചില്ല. ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമായി ആ സംസം വെള്ളം എല്ലാവരിലേക്കും അത് എത്തുകയാണ്. അത് ഒരിക്കലും അതിന്റെ അവസാനമില്ല. കോടിക്കണക്കിന് വിശ്വാസികൾ ഉംറയ്ക്കും ഹജ്ജിനും കുടിച്ചും ആ ഉറവ പറ്റിയിട്ടില്ല. ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ആ പരീക്ഷണത്തിൽ അല്ലാഹു അവരെ വിജയിപ്പിച്ചു. അതിന്റെ ശേഷം ഇബ്രാഹിം നബി ഇസ്ലാമിക പ്രബോധനം നടത്തിയപ്പോൾ ശത്രുക്കൾക്ക് സഹിച്ചില്ല. അവസാനം വലിയ തീ കുണ്ടാരങ്ങൾ ഒരുക്കി ഇബ്രാഹിം നബിയെ
പക്ഷേ അല്ലാഹുവിന്റെ ദൂതനായ അല്ലാഹുവിന്റെ അമ്പിയാക്കളിൽപ്പെട്ട ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അചഞ്ചലമായ വിശ്വാസം, ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി എന്നുള്ള ആത്മധൈര്യം, ആ ആത്മീയതയിൽ അലിഞ്ഞു ചേർന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബിക്ക് തീയെ നീ തണുപ്പ് നൽകണം, ഏറ്റവും നല്ല AC, ഏറ്റവും നല്ല സാഹചര്യം ഇബ്രാഹിം നബിക്ക് നീ ഒരുക്കി കൊടുക്കണമെന്ന് തീയിനോട് അല്ലാഹു കൽപ്പിച്ചപ്പോൾ ഇബ്രാഹിം നബി ആ തീകുണ്ടാരത്തിൽ എറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബിക്ക് വളരെ സന്തോഷമായ ഈ പ്രതിസന്ധികളെല്ലാം അവരെ ആത്മീയമായി തളർത്തിയിട്ടില്ല. ഇവിടെയാണ് ഇന്നത്തെ പോയിന്റ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പരീക്ഷണങ്ങളെല്ലാം നമുക്കൊരു പനി വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ അല്ലാഹുവിനെ മറക്കുന്ന നമ്മൾ ഈ ഏറ്റവും വലിയ പരീക്ഷണത്തിൽ അചഞ്ചലമായ ഈമാനിക വിശ്വാസം ഊട്ടി ഉറപ്പിച്ചതാണ് ഇബ്രാഹിം നബിയും ഹാജറ ബീവിയും ഇസ്മായിൽ നബിയും. ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ അതിജയിച്ച് അവർക്കാണ് നാളെ സ്വർഗമുള്ളത്, അവർക്കാണ് സ്വർഗമുള്ളത്. അതുകൊണ്ടാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഏത് പ്രയാസഘട്ടങ്ങളിലും എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, അല്ലാഹു എന്റെ കൂടെയുണ്ട് എന്നുള്ള അചഞ്ചലമായ ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് അല്ലാഹുവിലുള്ള വിശ്വാസങ്ങൾ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ആത്മധൈര്യത്തോടെ എല്ലാ പ്രതിസന്ധികളെയും അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് സാന്ദർഭികമായി നിങ്ങളെ ഈ പെരുന്നാളിന്റെ സന്ദേശമായി പുലർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.